ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണി ദിവസങ്ങൾ കഴിയുന്തോറും പുതിയ വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ട് മികച്ച മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2024 വർഷത്തിൽ തന്നെ നിരവധി ഇലക്ട്രിക് വാഹനങ്ങളാണ് നിരത്തിലിറങ്ങാനായി പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പല മോഡലുകളും വാഹനപ്രേമികൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നവ കൂടിയാണ്. ഇത്തരത്തിൽ മാർക്കറ്റിലെത്താൻ പോകുന്ന ടാറ്റയുടെ 2 ഇലക്ട്രിക് കാറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒരുപാട് കാലങ്ങളായി മുന്നിട്ട് നിൽക്കുന്ന ടാറ്റയിൽ നിന്നും അടുത്തതായി പ്രതീക്ഷിക്കുന്ന വാഹനമാണ് കർവ് EV. ടാറ്റ കർവ് EV 2024 ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ലോഞ്ചുകളിലൊന്നാണ്. 2024 രണ്ടാം പകുതിയോടുകൂടി ടാറ്റ കർവ് EV ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സോൺ EV, ഹാരിയർ SUV തുടങ്ങിയവയിലെ ഫീച്ചറുകൾ തന്നെയാണ് കർവ് EVയിലും കമ്പനി പരീക്ഷിക്കുക. 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, 10.25 ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ക്രൂയിസ് കൺട്രോൾ, വയർലെസ് ഫോൺ ചാർജർ തുടങ്ങിയ ഫീച്ചറുകളെല്ലാം കർവ് EVയിൽ പ്രതീക്ഷിക്കാം. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 6 എയർ ബാഗുകൾ, EBD ABS, 360 ഡിഗ്രി ക്യാമറ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി സിസ്റ്റം, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകളും നൽകുന്നുണ്ട്. വാഹനത്തിൻ്റെ പവർ ട്രെയിൻ വിവരങ്ങളൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരൊറ്റ ചാർജിൽ 500 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 30 ലക്ഷം രൂപയാണ് കർവ് EVയുടെ പ്രതീക്ഷിത വില. ഇതോടൊപ്പം തന്നെ ടാറ്റ പുറത്തിറക്കുമെന്ന് കരുതുന്ന മറ്റൊരു വേരിയൻ്റാണ് മിഡ് സൈസ് ഹാരിയർ SUVയുടെ ഓൾ ഇലക്ട്രിക് മോഡൽ. നിലവിലുള്ള ഹാരിയർ IC എൻജിൻ മോഡലിൻ്റെ അതേ ഫീച്ചറുകൾ തന്നെയായിരിക്കും EVയിലും ലഭിക്കുന്നത്. എന്നാൽ ഇലക്ട്രിക് വേരിയൻറ്റിൽ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റം കൂടി ഉൾപ്പെടുത്താനാണ് സാധ്യത. 2024 അവസാനത്തോടു കൂടിയായിരിക്കും ടാറ്റ ഇത് വിപണിയിൽ എത്തിക്കുക എന്നാണ് കരുതുന്നത്. 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോ, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ തുടങ്ങിയ ഫീച്ചറുകളായിരിക്കും ഹാരിയർ EVയിലും നൽകുക. കൂടാതെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, വയർലെസ് ഫോൺ ചാർജർ, എയർ പ്യൂരിഫയർ തുടങ്ങിയ ഫീച്ചറുകളും പ്രതീക്ഷിക്കാം. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 എയർ ബാഗുകൾ, EBD ABS, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, 360 ഡിഗ്രി ക്യാമറ, ലെവൽ 2 ADAS അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകളും ഹാരിയർ EVയിൽ ലഭ്യമാവും. അതോടൊപ്പം തന്നെ ഇതിന് 4 വീൽ ഡ്രൈവിങ്ങിന് വേണ്ടി ഡ്യുവൽ മോട്ടോർ ഓപ്ഷനും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹാരിയർ EVയുടെ പവർ ട്രെയിൻ വിവരങ്ങൾ നെക്സോൺ EVയുടേതിന് സമാനമായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സോൺ EVക്ക് ലഭിക്കുന്ന റേഞ്ച് 465 കിലോമീറ്റർ ആണെങ്കിൽ ഒരൊറ്റ ചാർജിൽ 500 കിലോമീറ്റർ റേഞ്ചാണ് ഹാരിയർ EVക്ക് പ്രതീക്ഷിക്കുന്നത്. 25 ലക്ഷം മുതൽ 28 ലക്ഷം രൂപ വരെയായിരിക്കും ഹാരിയർ EVയുടെ പ്രതീക്ഷിത വില.